ശ്രീജിത്ത് സാർ നമസ്കാരം. ഈ നമസ്കാരം. വിശ്വാസികൾ ഒരുപാട് ഭയഭക്തി ബഹുമാനത്തോടെ ചെന്ന് കയറുന്ന ഒരു സ്ഥലമാണ്, പരിപാവനമായ സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. ആ ശബരിമലയിലാണ് ഇപ്പോൾ അവിടുത്തെ 18-ാം പടിയിൽ ഏറ്റവും പവിത്രതയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ട 18-ാം പടിയിൽ നിന്ന് അവിടുത്തെ പോലീസ് അയ്യപ്പന്മാർ എന്ന് നമ്മൾ വിളിക്കുന്ന പോലീസുകാർ അവിടെ ഫോട്ടോഷൂട്ട് നടത്തി ആഘോഷിച്ചത്. ഇപ്പോൾ ഹൈക്കോടതി വരെ അതിലൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? പാർത്ഥൻ, ഞാനിതിൽ മനസ്സിലാക്കുന്നത് ശബരിമലയിൽ താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് അവിടെയുള്ള പോലീസുകാരെ കാണുന്നത്. മറ്റ് ഒരു സ്ഥലത്തും പോലീസിന് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻ്റ് അല്ല ശബരിമലയിൽ കിട്ടുന്നത്. പോലീസ് അയ്യപ്പന്മാർ എന്ന് തന്നെയാണ് അവരെ വിളിക്കുന്നത്. അവിടെ വളരെ സന്നദ്ധ മനോഭാവമുള്ള ആൾക്കാർ തന്നെയാണ് പൊതുവെ അവിടെ ശബരിമലയിലുള്ളത്. വളരെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അവിടെ പലപ്പോഴും ഡ്യൂട്ടിക്ക് നമ്മൾ കണ്ടിട്ടുള്ളത്. വലിയ സ്നേഹമുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, 18-ാം പടിയിൽ അവരിങ്ങനെ കയറി നിൽക്കുകയാണ്. എന്നിട്ട് ഒരു ബാച്ചിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം അവർ പോകുന്നതിന് മുൻപായിട്ട് അവർ ഇങ്ങനെ വളരെ ജോളിയായിട്ടുള്ള ഒരു മൂഡിൽ അവിടെ നിന്ന് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. അത് ഒരു പക്ഷേ അവരുടെ ഒരു ഓർമ്മ എന്ന രീതിയിലത്തേക്ക് അവരത് സൂക്ഷിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതിനവർ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തിനാണ് പ്രശ്നം. ആ സ്ഥലം എന്ന് പറയുന്നത് കേവലം ഇങ്ങനെ നമ്മളൊരു പിക്നിക് സ്പോട്ടായിട്ട് പറയുന്ന ഒരു സ്ഥലമല്ല. ഒരു ആരാധനാ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം, ആരാധനാലയത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും പാവനതയോടുകൂടി വളരെ പരിപാവനമായിട്ട് തന്നെ നമ്മൾ കരുതുന്ന, പവിത്രമായി കരുതുന്ന ഒരു മേഖലയിൽ ഈ രീതിയിലത്തേക്ക് പോലീസ് പോയി ഇങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാമോ എന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് 18-ാം പടിയാണ്. 18-ാം പടി ചവിട്ടുന്നതിന് നമ്മുടെ കയ്യിൽ ഇരുമുടി ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ്. ഇരുമുടി ഇല്ലാതെ ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ആൾക്കാർക്ക് സന്നിധാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് 18-ാം പടി ഒഴിവാക്കിയിട്ട് മറ്റു വശത്തു കൂടി അവർക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരവിടെ എത്തിയിരിക്കുന്നത് 18-ാം പടി കയറിയിട്ടാണ്. 18-ാം പടി കയറിയിട്ട് അവർ ചെല്ലുമ്പോൾ നിശ്ചയമായിട്ടും അവരുടെ കയ്യിൽ ഇരുമുടിക്കെട്ടുണ്ടായിരിക്കണം. അതിൽ നിന്ന് ഒരു എക്സംഷൻ കിട്ടുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഈ ചില ക്ലീനിങ് സ്റ്റാഫുകളെയൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ പടിയൊക്കെ ശുചിയാക്കുന്ന. അതല്ല എങ്കിൽ നമ്മുടെ തന്ത്രി അല്ലെങ്കിൽ പൂജാരിമാരായിട്ടുള്ള ആൾക്കാർ, ഇവിടുത്തെ മേൽശാന്തിയും മറ്റും അവിടെ വരുന്നത് കണ്ടിട്ടുണ്ട്. തിരുവാഭരണ പേടകം പോകുന്ന സമയത്ത് അതുമായി പോകുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്നതുപോലെ അവിടെ ഓൺ ഡ്യൂട്ടി ആയിരിക്കുന്ന ആരെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടമുണ്ടെങ്കിൽ അവിടെ വരുന്നതായിരിക്കണം. അതല്ലാത്ത ഒരു കാര്യവും അവിടെ ഈ ആചാരത്തിൻ്റെ കണ്ണിൽ കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂട്ടി ബൗണ്ട് അല്ലാത്ത ആരും, ഈ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ മേൽശാന്തിയുടേതും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, അങ്ങനെയുള്ളതല്ലാത്ത ആർക്കും അവിടെ ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടിയിൽ പ്രവേശനമില്ല. അപ്പോൾ അതിനെ ഇവിടെ ലംഘിച്ചിരിക്കുകയാണ്. ഒരാളല്ല ലംഘിച്ചിരിക്കുന്നത്, ഒരു സംഘമാണ്. ആ സംഘം എന്ന് പറഞ്ഞ ഏതെങ്കിലും ചില വ്യക്തികളല്ല, അത് ഈ 18-ാം പടിയെ ഉൾപ്പെടെ സംരക്ഷിക്കുന്ന, അവിടെയുള്ള തിരക്ക് നിയന്ത്രിക്കുന്ന, അവിടെയുള്ള അയ്യപ്പന്മാർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്ന പോലീസാണ്. അപ്പോൾ ഈ വേലി തന്നെ വിളവ് തിന്നുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട്. 2, 18-ാം പടിയെ കാണുന്ന സമയത്ത്, അവിടെ വരുന്ന സമയത്ത് ഈ നമ്മളതിന് തൊട്ട് മുമ്പിലായിട്ടൊരു ഗേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ പ്രവേശനം അങ്ങോട്ട് കിട്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കയ്യിൽ മൊബൈൽ ഫോണുള്ള ആൾക്കാരൊക്കെ തന്നെ 18-ാം പടി അടക്കം നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവും അല്ലേ, 18-ാം പടിയോടൊപ്പം നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുക എന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ 18-ാം പടിയിൽ കയറി നിന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അവിടെ വരുന്ന ഒരു ഭക്തനും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. കയ്യിൽ ഇരുമുടിക്കെട്ടുണ്ടെങ്കിലും അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ 18-ാം പടിക്ക് നമ്മൾ പുറം തിരിഞ്ഞങ്ങനെ നിൽക്കില്ല. നമ്മൾ എപ്പോഴും ഈ 18-ാം പടിയിൽ നിന്ന് പിന്നിലേക്ക് ഇറങ്ങിയിട്ടാണ് മേൽശാന്തി പോലും അവിടെ നിന്ന് ഈ പടിപൂജയുടെ ഭാഗമായിട്ടാണെങ്കിലും അല്ലാതെ ഏത് സമയത്താണെങ്കിലും അവരവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശ്രീകോവിലിന് അഭിമുഖമായി നിന്നുകൊണ്ട് പിന്നിലേക്ക് നടന്നിട്ടാണ് ഈ പടി ഇറങ്ങുക. അപ്പോൾ ദേവനെ മുഖം അല്ലെങ്കിൽ പുറം തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലത്തേക്ക് അവരാരും തന്നെ നിൽക്കാറില്ല. അപ്പോൾ ഈ രീതിയിലത്തേക്കുള്ള ഒരു ഫോട്ടോ എന്തായാലും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. 2, ഇനി സാധാരണ പോലെ തന്നെ അവിടെ നിന്നിട്ട് ഈ കയറി പോകുന്നതിൻ്റെ ഒരു പടം നമുക്ക് കിട്ടണമെന്ന് വിചാരിച്ചാലും അത് നടക്കുന്നതുമല്ല. കാരണം അവിടെയുള്ള തിരക്ക് നമുക്കറിയാം. ഇതിന് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ കിട്ടാൻ. അപ്പോൾ ഇത് മറ്റാർക്കും സാധ്യമല്ലാത്ത ഒരു കാര്യം പോലീസുകാർ അവിടെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വേലി തന്നെ വിളവ് തിന്നുക എന്നതിനപ്പുറത്തേക്ക് കടന്നിട്ട് ഒരു വലിയ കാതലായിട്ടുള്ള അതിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്കുള്ള ഒരു പ്രിവിലേജിനെ ദുരുപയോഗിച്ചുകൊണ്ട് അവർ ഫോട്ടോ എടുത്തു എന്നുള്ളതാണ്. കാരണം മറ്റൊരു സംഘം ആൾക്കാർ അവിടെ പോയി നിന്നിട്ട്, ഇപ്പോൾ സപ്പോസ് തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എവിടെ നിന്നെങ്കിലും വരുന്ന ഒരു സംഘം അയ്യപ്പന്മാർ അവിടെ വന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് താഴെ നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഈ പോലീസുകാർ എന്താവും ചെയ്യുക? സന്നിധാനത്ത് തിരക്കില്ല എന്ന് കരുതിക്കോളൂ, അതായത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള മതിയായ സമയവും സൗകര്യവും എല്ലാം ഉണ്ട്, എങ്കിൽ പോലും ഈ പോലീസുകാർ അത് സമ്മതിക്കുമോ? ഇല്ല. പോലീസുകാർ പറയും ഇതൊന്നും ഇവിടെ പറ്റില്ല, നിങ്ങൾ കയറി പോകാൻ പറയും.
അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഒരു പ്രിവിലേജിൻ്റെ പുറത്ത് മാത്രം അവിടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ അവർ ആ പ്രിവിലേജിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു അമിതാധികാര പ്രവണത കാണിച്ചുകൊണ്ട് അവരങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ അവരെവിടെ നിന്ന് കയറി ഏത് വഴി തിരിച്ചിറങ്ങി കാര്യമൊന്നും നമുക്കറിയില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ 18-ാം പടി വഴി തിരിച്ചിറങ്ങാനായിട്ട് നമ്മൾ ഈ പറയുന്ന ചുരുക്കം ചില ആൾക്കാർക്കല്ലാതെ മറ്റാർക്കും ഇപ്പോൾ അവകാശവുമില്ല. 18-ാം പടി വഴി കയറുക മാത്രമേ സാധ്യമാവുകയുള്ളൂ. പടി വളരെ ഇടുങ്ങിയതാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും കയറുകയും ഇറങ്ങുകയും കൂടെ ഇപ്പോൾ അവിടുത്തെ നിലവിൽ സാഹചര്യത്തിൽ പോസിബിളുമല്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് ചിന്തിക്കാനേ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ പ്രിവിലേജിന്റെ പേരിൽ അതിൽ ഒരു സംശയം വരുന്നത് ഈ ഒരു വിമർശനമായി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ അവിടെ നിയമിച്ചിരുന്ന പോലീസ് അയ്യപ്പന്മാർ വളരെ പരിജ്ഞാനമുള്ളവരായിരുന്നു. അതായത് അവിടെ സ്ഥിരമായി നിന്ന് അനുഭവമുള്ള ആളുകളെയായിരുന്നു അവിടെ നിയമിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു 1-2 വർഷമായിട്ട് അവിടെ അനുഭവ സമ്പത്തില്ലാത്ത പോലീസുകാരെ കൂടി അവിടെ നിയമിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം ആചാരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത അല്ലെങ്കിൽ അത്രയും മനസ്സിലാക്കിയിട്ടില്ലാത്ത പോലീസ് അയ്യപ്പന്മാരെ അവിടെ നിയമിച്ചതിലെ ഒരു പ്രശ്നവും കൂടിയാണോ ഈ കാണുന്നത്? നിശ്ചയമായി അത് തന്നെയാണ്. കാരണം ഇത് കാണിക്കുന്ന ഒരു ലാക്ക് ഓഫ് എഡ്യൂക്കേഷനാണ്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്താണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഈ യൂണിഫോമിൻ്റെ ഭാഗമായിട്ടുള്ള ചില അധികാര ചിഹ്നങ്ങളെയൊക്കെ നിങ്ങൾ മാറ്റിയെന്നോ ബൂട്ടഴിച്ചു എന്നതുകൊണ്ടോ നിങ്ങളവിടെയുള്ള ആചാരങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നർത്ഥമില്ല. ആ ആചാരങ്ങൾ ലംഘിക്കപ്പെടരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ യൂണിഫോമിൽ പോലും ചില ഇളവുകൾ നൽകുന്നത്, അല്ലേ? അവർ സാധാരണ രീതിയിൽ നമുക്ക് ഈ താടി വളർത്തുന്ന ഒരു സംവിധാനമൊന്നും പോലീസിലില്ല. പക്ഷെ അതുപോലും പറ്റുന്നത് ഇങ്ങനെയുള്ള ചില ഒക്കേഷൻസിൽ മാത്രമാണ്. അപ്പോൾ അവിടെയുള്ള ആചാരം എന്താണോ ആ പദ്ധതിക്ക് ചേരുന്ന രീതിയിലത്തേക്ക് ഒരു സേനയെ അവിടെ വിന്യസിക്കുന്നു. അവിടെ ലോ ആൻഡ് ഓർഡർ എന്നതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടൊരു സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആചാരം ലംഘിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് ചിന്തിച്ചുറപ്പിച്ചടത്തിയത് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ആ നിലയ്ക്കുള്ള ആരോപണങ്ങൾ പോലും വരുന്നുണ്ട്. ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആ രീതിയിലത്തേക്ക് ഇവരെ ആചാര ലംഘനത്തിന് പ്രേരിപ്പിച്ചു എന്ന രീതിയിലത്തേക്കുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിലൊന്നും എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇവരെല്ലാവരും തന്നെ സേവന സന്നദ്ധരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്, നല്ല ആൾക്കാർ തന്നെ ആയിരിക്കും. ഇവർക്കൊന്നും തന്നെ എന്തെങ്കിലും ഒരു മോശം ഐഡിയോളജിയുടെ പേരിലോ എന്തെങ്കിലും ഒന്ന് സ്ഥാപിക്കുന്നതിൻ്റെ പേരിലോ ഒന്നും തന്നെ ആചാര ലംഘനം നടത്തിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ ഒന്നും എങ്ങും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആണെന്ന് ഞാൻ കരുതുന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപക്ഷെ ഈ പുണ്യസ്ഥലം അതിൻ്റെ പവിത്രത എന്താണ്, അവിടുത്തെ ആചാരം എന്താണ്, എപ്പോൾ അവിടെ പ്രവേശിക്കാം, എപ്പോൾ പ്രവേശിക്കാൻ പാടില്ല, പ്രവേശിക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് എഡ്യൂക്കേഷൻ അവർക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നിശ്ചയമായിട്ടും അത് അവർക്ക് നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാരാണെന്ന് വെച്ചാൽ അവരുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഈ പോലീസുകാരെ അറിഞ്ഞായാലും അറിയാതെ ആണെങ്കിലും അവിടെ ചെന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ആചാരം ലംഘിക്കുക എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തുള്ള തെറ്റാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു നിയമം അല്ലെങ്കിൽ ഒരു രീതി അറിയാത്തത് അത് ചെയ്യുന്നതിനോ ഒന്നുമുള്ള ഒരു എക്സ്ക്യൂസ് ആണ് എന്നൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിശ്ചയമായും തെറ്റുണ്ട്. പക്ഷേ അവരെ അതിനുള്ള എഡ്യൂക്കേഷൻ നൽകേണ്ടത് ആരാണ്? പോലീസിൻ്റെ ഉന്നതാധികാരികളാണോ, ദേവസ്വം ബോർഡാണോ, സർക്കാരിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഈ കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇവർ എന്തുകൊണ്ട് ഇത് ലംഘിച്ചു, ഇതിനു മുമ്പ് ആരെങ്കിലും ലംഘിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. ഇനി ഇതിനു മുമ്പ് ലംഘിച്ചാലും ഇവർ ലംഘിച്ചാലും ഇനി ആരും ഇത് ചെയ്യാൻ പാടില്ല. കാരണം സീസൺ സമയമാണ്, പല ബാച്ച് ഉദ്യോഗസ്ഥർ അവിടെ ഇങ്ങനെ വന്ന് ഇറങ്ങിപ്പോകും. ആ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനെ ഒന്ന് പോസ് ചെയ്തിട്ട് പോയാൽ കൊള്ളാം എന്നൊരു തീരുമാനമുണ്ടെങ്കിൽ അത് സംഭവ്യമായിട്ടുള്ള കാര്യമല്ല. അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇനി മെഷേഴ്സ് എടുക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം ശബരിമലയിൽ ദർശന സമയം എപ്പോഴാണ്, ഏത് സമയത്താണ് ഹരിവരാസനം പാടി നടയടയ്ക്കുക, എപ്പോഴാണ് 18-ാം പടി നിങ്ങൾക്ക് തുറന്നു കിട്ടുക, ഏത് സമയത്ത് അത് അടയ്ക്കും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അറിയാമല്ലോ. അപ്പോൾ ഇവർ കൃത്യമായിട്ട് ഒരു ടൈം ചൂസ് ചെയ്തുകൊണ്ടല്ലേ ഇത്രയും തിരക്കുള്ള ഒരു സീസണിൽ അവർക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ സാധാരണ ദർശന സമയമല്ലാത്ത മറ്റൊരു സമയം ചൂസ് ചെയ്തിട്ടായിരിക്കണമല്ലോ ഇത് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം, അത് ഇവിടെ നിന്ന് എടുക്കാം എന്ന രീതിയിലത്തേക്ക് ഇതിൻ്റെ പിന്നിൽ ഒരു ആലോചന നടന്നിട്ടുണ്ട്. ആ ആലോചന നടന്നതിന് ശേഷം നമ്മൾ ഫോട്ടോഗ്രാഫറെ കൊണ്ടുവരുന്നു, എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ആ ഫോട്ടോ എടുക്കുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ കുറേയധികം പോലീസുകാരുണ്ട്. ഇതിലാർക്കും ഇതിനെപ്പറ്റി അറിയില്ലേ? ഇവരിങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകുന്നു എന്നതിനെപ്പറ്റി ദേവസ്വം ബോർഡിന് ഉൾപ്പെടെ ആർക്കും അറിയില്ലേ? അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിവരോട് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോഴാണ് ഇതൊരു വലിയ പ്രശ്നമാകുന്നത്. അല്ലാതെ കേവലം ഇവർ മാത്രമല്ല, അവിടെ കറക്റ്റീവായിട്ടുള്ള കുറേയധികം മെഷേഴ്സ് ഉണ്ടാകേണ്ടതാണ്. ഇങ്ങനെ ഒരു പ്രവണത അവിടെ പതിവായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ തന്നെ ഇതൊരു പ്രവണതയായിട്ട് അവിടെ ഇല്ല എങ്കിൽ എന്തിനാണ് ഇവരിത് ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകേണ്ടതല്ലേ? അപ്പോൾ 18-ാം പടിയിൽ എപ്പോഴാണ് ആൾക്കാർക്ക് കയറാൻ കഴിയുന്നത് എന്നതിനെപ്പറ്റി പോലും ധാരണയില്ലാത്ത പോലീസുകാരാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, 18-ാം പടിയിൽ കയറുന്ന സമയത്ത് ഇരുമുടിക്കെട്ടില്ലാതെ ഒരാൾ കയറുന്ന സമയത്ത് ഇവർ കയറ്റിവിടും?
ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നത് 18-ാം പടിയിൽ നിൽക്കാൻ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പ്രീ കണ്ടീഷൻ അല്ല എന്നിവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇരുമുടി ഇല്ലാത്ത ഒരു സംഘം ആൾക്കാർ കയറി വരികയാണെങ്കിലും ഇവരങ്ങ് കയറ്റി മുകളിലേക്ക് വിടേണ്ടതല്ലേ. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഇവർക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം. പക്ഷെ ഇവർക്ക് ഞങ്ങൾക്ക് എന്തോ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഇവരെ ബാധിച്ചിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ ആ ചിന്ത ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? ഇനി അത് പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരുത്തൽ സംവിധാനം എവിടെയാണ് പോവുക? ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും മാതൃകാപരമായിട്ടുള്ള ശിക്ഷയോ താക്കീതോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇനി ആചാരം ലംഘിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പ്രായശ്ചിത്തം അവർ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇനി അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിനി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ലേ? ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഹൈക്കോടതി തന്നെ ഇതിനെ അത്ര ലൈറ്റായിട്ടല്ല എടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്, അവിടെ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ADGP ഉണ്ട്. ആ ADGP ഒരു ഭക്തനാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും ബ്രീഫിംഗ് ഒക്കെ ഈ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ടതല്ലേ? അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഇത് പറയാവുന്നതല്ലേ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നോ? ഇനി ദേവസ്വത്തിൻ്റെ ആൾക്കാരുണ്ട്, അവരെന്താണ് ചെയ്യേണ്ടത്? അവിടെയുള്ള സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്, അവരോടാണ് ഇതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുക. അപ്പോൾ ഇതിന് റിപ്പോർട്ട് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആരോടാണ് ആവശ്യപ്പെടേണ്ടത് എന്നതിനെപ്പറ്റി ഇവർക്കറിയാം. എങ്കിൽ അവർക്ക് ഇതിനെ ഇങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേയധികം പ്രീ കണ്ടീഷൻസ് ഇന്നതുണ്ട്, നിങ്ങൾ ഇന്നത് ചെയ്യാം, ഇന്നതൊന്നും ചെയ്യാൻ അവിടെ ഒരു സംശയമായിട്ട് നിലനിൽക്കുന്നത് ഒരു കാര്യമാണ്. അതായത് ഈ സംഭവം വന്നതിന് ശേഷം, ഈ ഫോട്ടോസ് ഒക്കെ വന്നതിന് ശേഷവും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നോ ഈ പോലീസുകാരോടോ അല്ലെങ്കിൽ ADGPയോടോ ഒന്നും ഒരു റിപ്പോർട്ടോ കാര്യമായിട്ടൊന്നും ചോദിച്ചതായി നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തേടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് എന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലും ഇതിനെ അത്ര ഗൗരവമായി കണ്ടില്ലേ? പോലീസുകാരെയാണ് ഞാൻ ആ കാര്യത്തിൽ കൂടുതൽ വിശ്വസിക്കുക ദേവസ്വം ബോർഡിനേക്കാൾ. കാരണം ദേവസ്വം ബോർഡ് എല്ലായ്പ്പോഴും ഭക്തരുടെയോ അവിടുത്തെ ആചാര പദ്ധതികളുടെയോ ഭാഗത്താണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത പോലും നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. കാരണം നമ്മൾ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ചിന്തിച്ചത് എന്നും ഇതൊരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്, വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ പല നിർണായകമായ മീറ്റിങ്ങുകളിൽ പോയതിനു ശേഷം തിരികെ വന്ന് അവർക്ക് ഒരു ലീഗലായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതിന് പോലും അവർക്കൊരു പൊളിറ്റിക്കൽ അപ്രൂവൽ വേണ്ടി വരേണ്ടത് സാഹചര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അറ്റ് സമ്മൺ എൽസസ് മേഴ്സി എന്ന രീതിയിലത്തേക്ക് ഇവർ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി പൂർണ്ണമായിട്ടും വിശ്വാസികളുടെ പക്ഷത്ത് തന്നെ നിന്ന് അവരുടെ ആശങ്കകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇവിടെ സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം ഉണ്ടാകുമായിരുന്നില്ല. സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം ആവശ്യമാണ് എന്നതും പല സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ആൾക്കാരെ നിങ്ങൾ ഏത് രീതിയിലത്തേക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതിന് പര്യാപ്തമായിട്ട് നിങ്ങൾക്ക് എത്ര ലീഡ് ടൈം നൽകേണ്ടതാണ് എന്നും, അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട സീസൺ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ സ്പോട്ട് ബുക്കിംഗ് ഓൾ ഓഫ് എ സഡൻ ഇല്ലാതെയാക്കിയാൽ അതിൻ്റെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോയിട്ടില്ല എങ്കിൽ അവിടെ വരുന്ന സാധാരണ രീതിയിലാണ് ദർശനം എന്ന് കരുതി വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം നേരിടുമെന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ പോലും അതങ്ങനെയൊന്നും അല്ല, തിരുപ്പതി മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് തിരുപ്പതിയിലുള്ള മറ്റു കാര്യങ്ങളെപ്പറ്റി അതൊന്നും ഇവിടെ നടപ്പാക്കാതെ ഇത് ഞങ്ങൾ നടപ്പാക്കുമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി പെരുമാറിയിരിക്കുന്ന പ്രസ്താവനകൾ നടത്തിയിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡിന് ഈ വിഷയങ്ങളിൽ ഭക്തരുടെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന തീരുമാനങ്ങളോ മനോഭാവമോ ഉണ്ട് എന്ന് കരുതാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പോലീസുകാരെ കുറച്ചുകൂടി വിശ്വസിക്കാം. കാരണം അവർ ഇതിൻ്റെ ഒരു നമ്മൾ പറയുന്ന ഒരു സൂവനീർ എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കും ഈ ഫോട്ടോയും കൊണ്ട് പോകാനായിട്ട് അവരുദ്ദേശിച്ചിരിക്കുക. പക്ഷെ ദേവസ്വം ബോർഡിന് ഇതറിയില്ലേ? ദേവസ്വം ബോർഡ് എന്താണ് ഈ കാര്യത്തിൽ ചെയ്യുക? അവിടെ ഓരോ തവണ ഒരേ സെയിം പോലീസ് ഓഫീസർമാരല്ലല്ലോ വരിക. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ അവിടെ ഈ അവസാന മാസപൂജ വരുന്ന സമയത്ത് അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ട് എന്നത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് മതിയായ പരിചയമില്ലാത്ത ഓഫീസർമാരെയാണ് ഇത്തവണ കൊണ്ടുവന്നതെന്നാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറച്ച് എക്സ്പീരിയൻസ് മാത്രമുള്ള അല്ലെങ്കിൽ പരിചയം തീരെ കുറവുള്ള ആൾക്കാരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ആക്ഷേപം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരു ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഉത്തരവാദിത്തമല്ലേ? അപ്പോൾ അതുപോലും ദേവസ്വം ബോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയില്ല. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളിതിനെ ആചാര ലംഘനം, വിശ്വാസ ലംഘനം എന്ന രീതിയിലത്തേക്ക് മാത്രം കരുതണോ, അതോ നമ്മൾ ഈ ഇപ്പോൾ ഭരണഘടനാ ദിനമൊക്കെ ആചരിക്കുകയാണ്, അപ്പോൾ ഭരണഘടനയുടെ വയലേഷനാണോ എന്നുള്ളത് നോക്കുക. ഭരണഘടന നമുക്ക് ആർട്ടിക്കിൾ 25-ലും 26-ലും മതസ്വാതന്ത്ര്യം തരുന്നുണ്ട്. ആരാധനാ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ മതം നിഷ്കർഷിക്കുന്ന രീതികളിലേക്കുള്ള ആചാരങ്ങൾ, വിശ്വാസ പദ്ധതികൾ ഇതെല്ലാം തന്നെ പിന്തുടരുന്നതിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം നമുക്കുണ്ട്.
അപ്പോൾ ശബരിമലയിൽ 18-ാം പടിയിൽ അനാവശ്യമായ രീതിയിലത്തേക്കുള്ള നിയമലംഘനം അല്ലെങ്കിൽ ആചാരലംഘനം നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നത് ഒരു പ്രാക്ടീസിങ് ഹിന്ദു എന്ന രീതിയിൽ ഭരണഘടന എനിക്ക് നൽകുന്ന അവകാശമാണ്. അത് ഞാൻ അത് അനുവർത്തിക്കുന്നു എന്നതുപോലെ തന്നെ ആ ആചാരം മറ്റുള്ളവരും അനുവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് എനിക്ക് ബാധ്യതയുണ്ട്. ഈ വിഷയത്തിൽ ഒരു പൊതുതാൽപര്യ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കും. കാരണം അത് അവിടെ വയലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ മാത്രമല്ല, അത് വയലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വിശ്വാസത്തെ കൂടി അത് ഹനിക്കുന്നുണ്ട് എന്ന് എനിക്ക് ആർട്ടിക്കിൾ 25, 26 വെച്ച് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഭരണഘടനാപരമായിട്ട് തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അവകാശം, വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു മൗലികാവകാശം അവിടെ ലംഘിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് കോടതി തന്നെ ആ രീതിയിലത്തേക്ക് അതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നതിനെപ്പറ്റി ഈ നിമിഷം വരെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് എന്ത് കേൾക്കുന്നു? നമ്മൾ പ്രത്യേകിച്ചൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം തന്നെ ഇവര് ഈ പറഞ്ഞതുപോലെ അതിനെ ഒരു വിവാദമാക്കേണ്ട, നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ നന്നാകും എന്ന രീതിയിലത്തേക്ക് അവർ ചിന്തിക്കുന്നുണ്ടാവും. അത് ഇതിനേക്കാൾ അപകടകരമായിട്ടുള്ള ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. എന്തായാലും ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഇവിടെ ആചാര ലംഘനം നടന്നതിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡിനുൾപ്പെടെ, പോലീസിന്റെ ഉന്നതാധികാരികൾക്കുൾപ്പെടെ, സർക്കാരിനുൾപ്പെടെ ഇതിൽ പങ്കാളിത്തമുണ്ട്, ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം. അല്ലെങ്കിൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. വിശ്വാസികൾക്കിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.